യുഎസും ഇറാനും പോർവിളി ശക്തമാക്കിയതോടെ പശ്ചിമേഷ്യ കടുത്ത യുദ്ധഭീതിയിൽ. താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇറാനിൽ അമേരിക്കയുടെ തുടർച്ചയായ ആക്രമണം. തിരിച്ചടിയായി ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലെ യുഎസ് സൈനിക കേന്ദ്രങ്ങളെയും ആക്രമിച്ചു. ജോർദാനിൽ ഇറാന്റെ അതിശക്തമായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 2 സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് അമേരിക്ക സ്ഥിരീകരിച്ചു. ഇറാനെതിരെ വിപുലമായ സൈനിക നീക്കത്തിനൊരുങ്ങി യുഎസ്. ആകാശത്തുവച്ച് ഇന്ധനം നിറയ്ക്കാൻ സൗകര്യമുള്ള ഡസൻ കണക്കിന് പോർ വിമാനങ്ങൾ ഇസ്രായേലിലെ വിമാനത്താവളങ്ങളിൽ ഉടൻ വിന്യസിക്കും. ട്രംപിനും കുടുംബാംഗങ്ങൾക്കുമെതിരെ വധഭീഷണി ഉയർത്തി ഇറാന്റെ കൂറ്റൻ ബാനർ വീണ്ടും. അമേരിക്കയ്ക്ക് ഇറാന്റെ ശക്തമായ തിരിച്ചടി. ജോർദാനിൽ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 2 യുഎസ് സൈനികർ കൊല്ലപ്പെട്ടു. ഒരു സൈനികനെ കാണാതാവുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കി. പങ്കാളിത്ത രാജ്യങ്ങളുടെ സൈന്യവുമായി ചേർന്ന് ഇറാന്റെ മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധിക്കുന്നതിനിടെയാണ് 2 അമേരിക്കൻ സൈനികർക്ക് ജീവൻ നഷ്ടമായത്. ഇതിന് പിന്നാലെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപിനും കുടുംബാംഗങ്ങൾക്കും പരസ്യമായി വധഭീഷണി ഉയർത്തിയിരിക്കുകയാണ് ഇറാൻ. യുഎസ് പതാക പുതപ്പിച്ച ശവപ്പെട്ടികൾക്ക് മുകളിലായി ട്രംപിന്റെയും കുടുംബത്തിന്റെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ കൂറ്റൻ ബാനറാണ് ടെഹ്റാന്റെ നഗരമധ്യത്തിൽ ഇറാൻ അധികൃതർ സ്ഥാപിച്ചിരിക്കുന്നത്. കത്തിയമരുന്ന വൈറ്റ് ഹൌസിന്റെ പശ്ചാത്തലത്തിലാണ് വിവാദ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ചിത്രത്തിന് മുകളിൽ ചോരയ്ക്ക് ചോര എന്ന് ഭയപ്പെടുത്തുന്ന മുദ്രാവാക്യവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് 2ാം തവണയാണ് ട്രംപിനെ വധിക്കുന്നതിന്റെ പ്രതീകാത്മകമായ കൂറ്റൻ ബാനർ ഇറാൻ അവരുടെ നഗരമധ്യത്തിൽ സ്ഥാപിക്കുന്നത്. അതിനിടെ ഇറാനെതിരെ വിപുലമായ സൈനിക നീക്കത്തിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിടാനൊരുങ്ങുന്നതായുള്ള വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ലോകം കടുത്ത ആശങ്കയിലായി. ആകാശത്തുവച്ച് ഇന്ധനം നിറയ്ക്കുന്ന അമേരിക്കയുടെ ഡസൻ കണക്കിന് പോർ വിമാനങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് തിരിക്കാൻ തയ്യാറായതായി അന്താരാഷ്ട്ര മാധ്യമമായ അക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. ഇറാനിലെ ഊർജ്ജ നിലയങ്ങളും അതീവ സുരക്ഷിതമായ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളും ആക്രമിക്കുന്നതുൾപ്പെടെയുള്ള വിവിധ സൈനിക നീക്കങ്ങളെക്കുറിച്ച് വൈറ്റ് ഹൌസിൽ ഉന്നതതല യോഗം ചേർന്നതായാണ് വിവരം. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ ഉപരോധം അവസാനിപ്പിക്കാനും ആണവ വിഷയത്തിൽ തന്റെ നിബന്ധനകൾ അംഗീകരിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ട്രംപിന്റെ നീക്കങ്ങൾ. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്, വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റുബിയോ തുടങ്ങിയവരുമായി ട്രംപ് അടുത്ത നീക്കങ്ങളെക്കുറിച്ച് ചർച്ച നടത്തിക്കഴിഞ്ഞുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിൽ ടെൽ അവീവിന് സമീപമുള്ള ബെൻ ഗുറിയൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 30ഓളം റീഫ്യുവലിംഗ് എയർക്രാഫ്റ്റുകളുണ്ട്. ഇസ്രായേലിന്റെ തെക്ക് ഭാഗത്തുള്ള റാമോൺ വിമാനത്താവളത്തിലും ഇത്തരത്തിൽ 30 വിമാനങ്ങളാണുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിമാനങ്ങൾ വിന്യസിക്കാൻ അമേരിക്ക തയ്യാറായേക്കുമെന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. മേഖലയിലെ മറ്റ് താവളങ്ങളെ അപേക്ഷിച്ച് ബെൻ ഗുറിയൻ വിമാനത്താവളത്തിൽ ഇറാന്റെ ആക്രമണ ഭീഷണി കുറവായതിനാൽ അവിടെ നിന്ന് വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാനാണ് യുഎസ് സൈന്യത്തിന് താൽപര്യം. വിമാനങ്ങളെ സ്വീകരിക്കാൻ ഇസ്രായേൽ സർക്കാരിനോട് യുഎസ് ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആയിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ഹോർമുസ് കടലിടുക്കിന് ചുറ്റും നടത്തുന്ന ആക്രമണങ്ങൾക്കപ്പുറം ഇറാനിലെ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെയും ആണവ കേന്ദ്രങ്ങളെയും ലക്ഷ്യം വയ്ക്കുന്ന രീതിയിൽ സൈനിക നീക്കം വിപുലീകരിക്കാനാണ് പരിഗണനയിലുള്ളത്. ഇറാനിലെ വൈദ്യുത നിലയങ്ങൾ, ആണവ കേന്ദ്രങ്ങൾ എന്നിവ ആക്രമിക്കുന്നതും ട്രംപിന്റെ പരിഗണനയിലുണ്ട്. ആണവ ഇന്ധന ശേഖരം ഭൂഗർഭ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത് തടയുകയാണ് ലക്ഷ്യം. നിർമ്മാണത്തിലിരിക്കുന്നതെന്ന് സംശയിക്കുന്ന പിക്കാക്സ് മൗണ്ടൻ എന്ന ഭൂഗർഭ കേന്ദ്രവും ആക്രമണ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെട്ടേക്കാമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. അതേസമയം അമേരിക്കൻ നീക്കങ്ങൾക്ക് കടുത്ത ഭാഷയിലാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മറുപടി നൽകിയിരിക്കുന്നത്. ഇറാനെ സാമ്പത്തികമായി തകർക്കാൻ ലക്ഷ്യമിട്ട് പശ്ചിമേഷ്യൻ കടലിൽ പട്രോളിംഗ് നടത്തുന്ന യുഎസ് സേനയുടെ ഓരോ ചലനങ്ങളും തങ്ങളുടെ നിരീക്ഷണത്തിലാണെന്ന് ഇറാൻ നാവികസേനാ കമാൻഡ് അറിയിച്ചു. യുഎസ് സെൻട്രൽ കമാൻഡ് നാവിക യൂണിറ്റുകൾക്കെതിരായ തങ്ങളുടെ സൈനിക നടപടിയുടെ 0 അവർ വളരെ അടുത്തു കഴിഞ്ഞെന്നും വരും ദിവസങ്ങളിൽ അത് കാണാമെന്നുമാണ് ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ പുറത്തുവിട്ട പ്രസ്താവനയിലുള്ളത്. ആക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ സമ്പൂർണ്ണ നശീകരണ ശൈലിയിലേക്ക് ഇറാൻ നീങ്ങുമെന്നും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യക്തമാക്കി. ഇറാനിലെ ജനവാസ മേഖലകളിലേക്കും അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങളിലേക്കും ആക്രമണം തുടങ്ങിയതോടെയാണ്
അമേരിക്കയ്ക്ക് ഇറാൻ അന്ത്യശാസനം നൽകിയത്. യുദ്ധം 2 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ചർച്ചകളും നിയന്ത്രിത തിരിച്ചടിയും ഉണ്ടാവില്ല. അമേരിക്കയെ പശ്ചിമേഷ്യയിൽ നിന്ന് തുടച്ചു നീക്കുമെന്നാണ് ഇറാന്റെ വെല്ലുവിളി. ഒരതിർത്തിയും ഇറാന് തടസ്സമാവില്ലെന്നും IRGC വ്യക്തമാക്കി. ഭീഷണിക്ക് പിന്നാലെ ഹോർമുസിൽ തായ്ലൻഡിന്റെ കപ്പൽ ആക്രമിക്കുന്ന ദൃശ്യങ്ങളും ഇറാൻ പുറത്തുവിട്ടു. US ഇറാന്റെ ഊർജ്ജ വൈദ്യുതി മേഖലകളെ ആക്രമിച്ചാൽ ചെങ്കടലിലെ എണ്ണക്കപ്പൽ പാതകൾ തടയാൻ യമനിലെ ഹൂതി വിമതർക്ക് ഇറാൻ നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാനിലെ തന്ത്രപ്രധാനമായ 2 പാലങ്ങളും റെയിൽവേ ജംഗ്ഷനുകളും US തകർത്തു. ഈ ആക്രമണങ്ങളിൽ സിവിലിയന്മാർ കൊല്ലപ്പെട്ടതായി ഇറാൻ മാധ്യമങ്ങൾ ആരോപിച്ചു. മേഖലയിലെ US സൈനിക താവളങ്ങളെയും സഖ്യരാജ്യങ്ങളെയും ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതോടെ പശ്ചിമേഷ്യയാകെ യുദ്ധഭീതിയിലാണ്. കുവൈറ്റ്, ബഹ്റിൻ, ജോർദാൻ എന്നീ രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് വൻതോതിൽ പ്രത്യാക്രമണം നടത്തിയത്. ലോകത്തെ പ്രധാനപ്പെട്ട കപ്പൽ പാതയായ ഹോർമുസ് കടലിടുക്കിലും ഭീതി പടരുകയാണ്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിർദ്ദേശപ്രകാരം നീങ്ങിയ 2 എണ്ണ ടാങ്കറുകൾ ഹോർമുസ് കടലിടുക്കിൽ മൈനുകളിൽ തട്ടി പൊട്ടിത്തെറിച്ചതായി ഇറാൻ അവകാശപ്പെട്ടു. എന്നാൽ US സൈന്യം ഈ അവകാശവാദം പൂർണ്ണമായും നിഷേധിച്ചു. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും ആക്രമണം തുടരുമെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു.